സോ ഗൈസ്, എല്ലാവർക്കും ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു കണ്ടൻ്റ് അല്ല. അതിനു പുറമെ ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം എനിക്ക് 0 to 1000 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമ്മുടെ ചാനലായിരിക്കുവാണ്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഗൈസ്, നിങ്ങളെന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിന്. എൻ്റെ ഏകദേശം 3-4 ചാനൽ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ചാനലെല്ലാം എനിക്ക് ടെർമിനേറ്റ് ആയിപ്പോയി. ഞാൻ ഏകദേശം ഒരു 5ാം ക്ലാസ്സിൽ എനിക്കൊരു ചാനലുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി 7ാം ക്ലാസ്സിൽ ഒരു ചാനലുണ്ടായിരുന്നു. കൊറോണ ടൈമിലായിരുന്നു ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതുപോലെ ഞാൻ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. അതിന് ഏകദേശം സപ്പോർട്ടൊക്കെ കിട്ടി വരുന്ന ടൈമിൽ ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കുറേ ചാനലുകൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഏകദേശം 4, ഇത് എനിക്ക് തോന്നുന്നു 5ാമത്തെ ചാനലാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഈ ചാനൽ ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സായി നിൽക്കുവാണ്. കഴിഞ്ഞ് 1000 സബ്സ്ക്രൈബ് ഏകദേശം 1100 ആവാൻ വേണ്ടി നിൽക്കുവാണ്. എന്നിട്ട് ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തവർ മണ്ടന്മാരായിപ്പോകും. അതുകൊണ്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ്. അപ്പം എനിക്ക് നിങ്ങളോട് ഇത് പറയാം എന്ന് തോന്നി. അതുകൊണ്ടാണ് പറയാൻ വന്നത്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ ഇപ്പം ഡെയിലി ഷോർട്സ് വീഡിയോ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഇടുന്നത്. ഇപ്പം ലോങ് വീഡിയോ എടുക്കുമ്പോൾ അതാണ് ചെറിയൊരു വിൽക്കുന്നത്. ഞാൻ ഏകദേശം എൻ്റെ 3 ലോങ് വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളൂ എൻ്റെ ചാനലിൽ. ഇപ്പം ഷോർട്സ് ആയിരുന്നു ഇടുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ വന്നത്, ഞാൻ ഒരു ചാനൽ തുടങ്ങിയ അത് ഞാൻ ഏകദേശം ഞാൻ സപ്പോർട്ട് ആയി വന്നെന്ന് ഞാൻ പറഞ്ഞൊരു ചാനലുണ്ടല്ലോ. ആ ചാനൽ ഞാൻ ഏകദേശം എല്ലാ കൂട്ടുകാർക്കും, നാട്ടുകാർക്കും, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഞാനായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഓരോ ആൾക്കാരെ ഞാൻ വിളിച്ചു പറയും, സബ്ബി ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലൈക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം എനിക്ക് ഏറ്റവും വിഷമമായ ഒരു സംഭവമാണ്. കുറച്ച് കൂട്ടുകാരിങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പം ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആ ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞു, ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ ഇൻ്റർവെല്ലിലാണ്ട് സംസാരിച്ച്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് സമയത്ത് അടിച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യം നടന്നത്. അങ്ങനെ അവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. ഇതുപോലെ അവനിതുപോലെ വീഡിയോ ഇട്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, സബ്ബി ലൈക്ക് എന്നൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, എന്നെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല, ചുമ്മാ ഓരോ വീഡിയോ ഇട്ടതിന് ശേഷം സോറി ഗൈസ്, ഇതുപോലെ ഓവർ ഹീറ്റ് ആയിപ്പോയി, ഫോൺ ക്യാമറ പോയി, അതുകൊണ്ടാണ് അവിടെ കട്ട് വന്നത്. അപ്പോൾ ബാക്കി പറയാൻ ഇതുപോലെ കൂട്ടുകാരുടെ കാര്യമല്ല പറഞ്ഞത്. ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടതിന് ശേഷം അവൻ വിളിച്ചു പറയും, എന്തിനാ അതിൻ്റെ കാര്യം, ഓരോ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ എന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പം ഞാനത് നൈസായിട്ട് കേട്ടു. നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, അത് കൂട്ടുകാരുടെ ഇടയ്ക്ക് നടക്കുന്നത്, ചിലപ്പോൾ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നയാ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അവിടെ ഉള്ള കാര്യം അവന്മാർ അറിഞ്ഞിട്ട് പോലുമില്ല. ഇപ്പോഴും അവന്മാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം അവന്മാർ ഇത് കാണുവാണെങ്കിൽ അവന്മാർ സ്വയമായിട്ട് തോന്നുമായിരിക്കും, ഞാനന്ന് പറഞ്ഞ് അവൻ കേട്ട് കാണും എന്ന് മനസ്സിലായി കാണും.
ഇത് കാണുവാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കുഴപ്പവും എല്ലാവരോടും സ്നേഹം മാത്രം. അതിൻ്റെ പുറകെ ആ ചാനൽ പിന്നെ വീഡിയോസ് ഇടാതായിപ്പോയി. ആ ചാനൽ ഏകദേശം ഇതുപോലെ 600-700 സബ്ബൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ആ ചാനൽ എൻ്റെ ഇന്ന് ടെർമിനേറ്റ് ആയിപ്പോയി. അങ്ങനെ ഇനി അഥവാ ഒരു ചാനൽ തുടങ്ങുവാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു, ഞാൻ ആർക്കും അയച്ചു കൊടുക്കത്തില്ല. ബന്ധുക്കാർക്കായിക്കോട്ടെ, നാട്ടുകാർക്കായിക്കോട്ടെ, കൂട്ടുകാർക്കായിക്കോട്ടെ, ആർക്കും ഞാൻ അയച്ചു കൊടുക്കത്തില്ലെന്ന് ഞാൻ അവിടെ വെച്ച് എടുത്ത തീരുമാനം. ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇടുന്നുണ്ടല്ലോ, ഇന്നേ വരെ ഈ ചാനൽ ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ആർക്കും. ഇപ്പോഴും ഇതുപോലത്തെ ഒരു ചാനൽ ഉണ്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ചിലവർക്ക് അറിയത്ത പോലും ഇല്ല. എന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന 2-3 കൂട്ടുകാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അവർക്ക് പോലും ഞാൻ ഇതുമായിട്ട് അയച്ചു കൊടുത്തിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഒരു കൂട്ടുകാരെ ഇതുപോലെ കണ്ടുപിടിച്ച് എനിക്ക് മെസ്സേജ് അയച്ച് അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞ്, എടാ ഞങ്ങളുണ്ട് കൂടെ, നീ നാണക്കേടൊന്നും വിചാരിക്കണ്ട, വീഡിയോ ഇട്, സപ്പോർട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാനതാണ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ, ഒരാൾ നന്നാവുന്ന കാണാൻ മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. അതായത് അത് ഏതൊരു കാര്യമായാലും. അതാണ് ഗൈസ്. അതിനുശേഷം ഇപ്പം 0 to 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അതെല്ലാം എനിക്ക് നിങ്ങളെപ്പോലെ അറിയാത്ത കുറേ ആൾക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും. അതിന് നിങ്ങളോട് ഒത്തിരി സന്തോഷമുണ്ട് ഗൈസ്, ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഞാൻ ഇത്രയും പെട്ടെന്ന് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതുമല്ല. അത് വേറൊരു കാര്യം. ഈ ക്യാമറയുടെ മുന്നിൽ പുറയിലായിട്ട് ഒരാളും കൂടെ ഉണ്ട്, അത് ക്യാമറമാനായി. അപ്പം അവനാണ് എന്നെ ഓരോ കാര്യം മോട്ടിവേറ്റ് ചെയ്ത് വീഡിയോ എടുപ്പിക്കുന്നത്. അവൻ പോലും ഇപ്പോഴായിരിക്കും ഇത് അറിയുന്നത്. എന്തുമായാലും നിന്നോടും എനിക്ക് സ്നേഹം മാത്രം. അവനിത് അറിയത്തില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം പോലും. അപ്പം എല്ലാ വീഡിയോസും ഞാനും അവനുമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ഗൈസ്. ഇനി ഓരോ ചലഞ്ച് വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഷോർട്സ് ഞാനൊരു ടൈം ആകുമ്പോൾ ചെറിയ രീതി ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ലോങ് വീഡിയോ ഇടാനായിട്ട് തുടങ്ങും. മനസ്സിലായി? അതാണ് എൻ്റെ പ്ലാൻ. ഇപ്പം എന്തിട്ടാലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം. ഞാനിപ്പം ഒരു വീഡിയോ ഇട്ട് എത്ര കഷ്ടപ്പെട്ട ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ. അപ്പം ആ വീഡിയോ ഇട്ട് 7 മണിക്കാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് അത് ഭയങ്കര, അത് കാണുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ അത് കഷ്ടപ്പാടായിട്ടേ തോന്നത്തില്ല. അതുപോലത്തെ സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. നിങ്ങൾ ഓരോ കമൻ്റ് ഇടുമ്പം അതൊന്നും പിന്നെയും വീഡിയോ ഇടാനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ എനിക്കിപ്പോൾ നിങ്ങളെ കമൻറ്റ് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡെയിലി വീഡിയോസ് തന്നെ ഇടുന്നത്. ഞാനല്ലെങ്കിൽ ഇടത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ കമൻറ്റ് കാണണം, ആ വീഡിയോയ്ക്ക് സപ്പോർട്ട്, വ്യൂസ് എല്ലാം കാണുമ്പം ഒത്തിരി സന്തോഷമുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി പറഞ്ഞ് ലാഗാക്കുന്നില്ല. അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. ആരോടും ഒരു പിണക്കോ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഈ ടൈം ഇത് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. കാരണം നിങ്ങൾ ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ്
ഒരു നന്ദി പോലും പറയാതെ അവൻ പിന്നെയും വീഡിയോ ഇടുന്നെന്ന് പറയും, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പം 10,000 ആയി 1,00,000 ആയി എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഈ 1000 എന്നൊക്കെ പറയുന്ന ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ 1000 എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അതും ആർക്കും അയച്ചു കൊടുക്കാതെ ഇത്ര ആകുമ്പം ഒരു അച്ചീവ്മെൻ്റ് തന്നെ. അതുകൊണ്ട് എനിക്കത് 1000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും എൻ്റെ കൂടെ 1000 പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. അപ്പോൾ ഞാൻ ഇനിയും നല്ല നല്ല കണ്ടൻറ്റ് ഇടുന്നതാണ്. നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ എന്നെയും കൂടെ കൂട്ടുക. ഞാൻ ഇനി ഇതുപോലെ ഡെയിലി വീഡിയോ ഇട്ട് വരും. നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക് യു ഫോർ ദ വാല്യുബിൾ സപ്പോർട്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു എല്ലാവരോടും. ലവ് യു ഗൈസ്. അപ്പോൾ ബൈ.